യു എയിലും ഇന്ത്യയിലുമൊക്കെ ഇപ്പോൾ ഏറെ ഫേമസ് ആയിട്ടുള്ള ഒറാമി ബ്രാൻഡിൻ്റെ മാനേജിംഗ് പാർട്ണറായ നിസാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓക്കെ, ഷാർജ ബുക്ക് ഫെയറിലാണ് വേദിയിലാണ് ഉള്ളത്. ആദ്യമായിട്ടാണോ ഷാർജ ബുക്ക് ഫെയറിൽ, അതോ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ ദുബായിൽ എത്തിയിട്ട് ഇപ്പോൾ 10 വർഷമായി, 12 വർഷത്തോളമായി. അപ്പോൾ ഈ 12 വർഷവും ഞാൻ ഷാർജ ബുക്ക് ഫെയറിൽ എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. 2 തവണ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഓരോ ഇതിൽ 2 തവണ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ബ്രാൻഡിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും എന്താണ് ഒറാമിയുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഒറാമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറും ഒറാമി എന്ന പേരിൽ മാത്രമല്ല ബ്രാൻഡ് ഉള്ളത്. ഓക്കെ, ഞങ്ങൾ ഓതറൈസ്ഡ് ഡീലേഴ്സായിട്ട് 7ഓളം ബ്രാൻഡ്സ് ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഇത് മെയിൻലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ രാജ്യങ്ങളിലാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒറാമിയുടെ അണ്ടറിൽ തന്നെ ഞങ്ങൾക്ക് എയർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി ഗ്രേഡ് ഒരു ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ മെയിനായിട്ട് ബ്ലാങ്കറ്റ്സ്. പൊതുവേ ബ്ലാങ്കറ്റ്സ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഫെമിലിയർ അല്ല. ഈ ബ്ലാങ്കറ്റ്സ് പ്രത്യേകിച്ച് നമുക്ക് മെയിനായിട്ട് കസ്റ്റമേഴ്സ് ഉള്ളത് ഈ പിന്നെ ബംഗ്ലാദേശ് കസ്റ്റമേഴ്സ്, പാകിസ്ഥാൻ കസ്റ്റമേഴ്സ്, അതുപോലെ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഒക്കെയാണ്. അതായത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ പ്രൊഡക്റ്റുള്ള ഡിമാൻഡ് ഉള്ളത്. മലയാളികൾക്ക് വലിയ തണുപ്പ് വരാത്തതുകൊണ്ട് ഇത് മലയാളികൾക്ക് പൊതുവെ കംഫർട്ടർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ആ കാറ്റഗറിയിലാണ്. പ്രത്യേകിച്ച് ബ്ലാങ്കറ്റ്സിൽ കുറവാണ്. ഓക്കെ, ഇതിങ്ങനെ പല റേഞ്ചുകളിലായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ആണ്. ബ്ലാങ്കറ്റ്സിൽ തന്നെ നമ്മൾ പല വെയിറ്റുകളുണ്ട്. ചിലത് 12 കിലോ വരെ, പാകിസ്ഥാനികളൊക്കെ 12 കിലോ വെയിറ്റുകളൊക്കെ കൊണ്ടുപോകും. ഓക്കെ, പൊതുവേ നമ്മളെ നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ് നമ്മളെ ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ബ്ലാങ്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു വലിയൊരു മാർക്കറ്റാണ്. പിന്നെ ബാഗ്സിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറാമി ബാഗ്സ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് ഇന്ത്യയിൽ. ബോംബെയിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട്. പിന്നെ ചൈനയിൽ നമ്മൾ ഫാക്ടറീസ് ആയിട്ടുള്ള ടൈപ്പിലാണ്. പൊതുവെ ഇവിടുത്തെ എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നത് ഫാക്ടറീസുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്രമായിട്ടാണ് അവിടെ ചില ഫാക്ടറീസ് ചെയ്തു തരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പ്രൊഡക്റ്റ് വരുന്നത്. ചൈന, ഇന്ത്യയിൽ നമ്മൾ ഓൺ ഫാക്ടറിയാണ്. ചൈനയിൽ നമുക്ക് ലീഗലായിട്ടുള്ള പല വിഷയങ്ങളും നമുക്കൊരു ഫോറിനേഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മുടെ ഫാക്ടറി സെറ്റപ്പിലാണ് അവിടെ ചെയ്യുക. പക്ഷെ നമ്മുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ബ്രാൻഡുകൾ ഡിസൈൻസ് ആയിരിക്കുമല്ലോ. ഇപ്പം നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. യു എയിലുണ്ട്, വിവിധ GCC രാജ്യങ്ങളിലുണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് ഒരു വലിയ ജേണി ഉണ്ട്. ഇപ്പോൾ ദുബായിൽ എത്തിയിട്ട് തന്നെ 10 വർഷമായെന്ന് പറയുന്നു. അതെ. അപ്പോൾ ഈ ഒരു ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരി, ജേണി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആദ്യം വന്നത് ഇവിടുത്തെ ഒരു ലീഡിങ് ബ്രാൻഡായ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ടാണ് വന്നത്. പിന്നീട് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസും പിന്നെ മാർക്കറ്റ് ആളുകളൊക്കെ പരിചയം കൊണ്ടെല്ലാം ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4 പേര് കൂടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ആക്ടിവിറ്റി. സത്യത്തിൽ നമ്മൾ എന്തിനും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് എന്തിനും സക്സസ് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരുടെ വിഷനും ഒരേ രീതിയിലായതുകൊണ്ട് തന്നെ ആ വിഷന് അച്ചീവ് ചെയ്യാൻ വളരെ ഈസിയായി. അതല്ല, പല മേഖലകളും പല ആളുകൾക്കും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കുള്ളൊരു കഴിവായിരിക്കില്ല എൻ്റെ മറ്റു പാർട്ണർ, അവനുള്ളൊരു കഴിവായിരിക്കില്ല അടുത്ത ആൾക്കുണ്ട്. അപ്പോൾ ആ എല്ലാ ഗ്രൂപ്പായിട്ടുള്ള ഗ്യാതറിംഗ് ആണ് നമ്മുടെ സക്സസ്. ശരിക്കും ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ബിസിനസ്സിലേക്ക് കുറച്ച് കാലത്ത് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഈ കോവിഡിനൊക്കെ ശേഷം ഒരുപാട് ബിസിനസ്സുകൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം പുതിയ ആളുകൾ വരുന്നു. യു എയിലൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു മോഹമായിട്ട് വരുന്നവർ കൂടുതലാണ്, എന്തെങ്കിലും ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നൊക്കെയുള്ള. അപ്പോൾ ഇത്തരം ആളുകളോട് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വേർഡ് എന്തായിരിക്കും ശരിക്കും? അതായത് ഇപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ ബിസിനസ് തുടങ്ങുക എന്നല്ല, പണ്ടെല്ലാം നമ്മൾ കുറേ സേവിങ്സ് ഉണ്ടാക്കുക, കുറേ പറമ്പുകൾ വാങ്ങിച്ചിടുക, സ്ഥലങ്ങൾ വാങ്ങിച്ചിടുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ യുവാക്കളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സാമ്പത്തിക ഭദ്രത വന്നാൽ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അതിൻ്റെ കുറേ ഈ ചെറിയ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, ചെറിയ ചെറുപ്പക്കാർ 20 വയസ്സും 25 വയസ്സിനുള്ളിൽ അവർ വലിയ രീതിയിൽ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡെഡിക്കേഷനാണ്. അപ്പോൾ സാധ്യതകൾ കുറയാണ്. ഇപ്പോൾ AI കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എന്തെല്ലാം സാധ്യത ഉണ്ട് നമുക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ ഒരു സാധ്യതയല്ല നാളെ ഉള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വരുന്നത്. അപ്പോൾ അത് അവർക്ക് ഒരു
ഈ ടെക്നോളജിയുടെ വ്യത്യാസവും മറ്റെല്ലാം അവർക്ക് ഒരു പ്രചോദനമാണ്. ഇപ്പം എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. എല്ലാവരും കൂടുതൽ മുന്നോട്ട് വരണം തന്നെയാണ് ആ പറയുന്നത്. മുന്നോട്ട് വരുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ജോലി ചെയ്ത് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. ഈ ന്യൂ ജനറേഷൻ എംപ്ലോയീസിനെ കുറിച്ചൊരു മാനേജർമാരുടെ ഒക്കെ കംപ്ലൈൻറ്റ്, ഇവർ വല്ലാതെ തുറിച്ചു നോക്കുന്നു, അവർ അല്ല, അത് കാലം മാറി. പണ്ട് നമുക്കൊരു ഹൈറാർക്കി ഉണ്ടായിരുന്നു. മാനേജർ, സബോർഡിനേറ്റ്, ലൈൻ മാനേജേഴ്സ്, പിന്നെ സൂപ്പർവൈസേഴ്സ്, ലൈൻ മാനേജേഴ്സ്, വർക്കേഴ്സ് എന്നുള്ള. ഇപ്പോൾ ആ ഒരു പിരമിഡ് പോയി. ഇപ്പോൾ ആക്ച്വലി ഈവൻ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് താഴെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആയിട്ട് സംസാരിക്കുന്ന. ഒരിക്കലും നമ്മൾ എംപ്ലോയി എന്നല്ല പറയാം, കോ വർക്കർ, കൊളീഗ് എന്നാണ് പറയുന്നത്. കൂടെ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഈവൻ ഡയറക്ടർ വരെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് എന്ന് പറയുള്ളൂ. എംപ്ലോയി എന്നുള്ള വാക്ക് പൊതുവെ ഇപ്പോൾ എവിടെ ആരും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയുടെ വിജയമാണ് എല്ലാറ്റിൻ്റെ വിജയം. ഒരു നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആ ഒരു സ്നേഹം, സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ കമ്പനിക്കും ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ എല്ലാം പോകുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും സൂപ്പർമാർക്കറ്റ്. ഞങ്ങളുടെ ബിസിനസ് വിളിച്ചതിലും സന്തോഷം.